പ്രശാന്ത്, ഫ്രാൻസിസ് ജോർജ് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ആദ്യം UDF-നെ ഒന്ന് വെട്ടിലാക്കി, ഇപ്പോൾ വീണ്ടും തകിടം മറിഞ്ഞു പോവുകയാണ്. എന്താണ് ഇതിൻ്റെ പൊരുള്? എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ വിഷയം അല്ല, വേറെ പൊരുളൊന്നുമില്ല. മാത്രമല്ല, ഇപ്പം ഈ പറയുന്നത് പോലെ അവർക്ക് സ്ഥായിയായിട്ട് ഈ കേരളത്തിൽ അവർക്ക് ആ പാർട്ടിക്ക് കേരളത്തിൽ എത്രത്തോളം നിലനിൽപ്പുണ്ടെന്നുള്ളതിനെ പറ്റി അവർക്ക് തന്നെ സംശയമുള്ള ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് കേരള കോൺഗ്രസ്. ജോസഫ് ജേക്കബ് ജോസഫ്. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം MP ആയി. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കേരള കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഉണർന്നു. ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ ആവേശം വന്നു. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കും. ആ നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കണമെങ്കിൽ BJP ഇപ്പോൾ കൊണ്ടുവരുന്ന നിയമത്തിന് അനുകൂലമായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേരള കോൺഗ്രസ് അങ്ങനെ ആവണം, അവരുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും കേരള കോൺഗ്രസ് നേതാവിനെ തന്നെ അവിടെ വിളിച്ചത്. ഈ സമരത്തിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് സാറേ. പിന്നെ രണ്ടാമത്, ഇപ്പം നമ്മൾ MP-യെക്കുറിച്ചല്ല പറയുന്നത്, ഈ വാക്കിന് വില ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒറ്റത്തന്തയ്ക്ക് പിറക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മുടെ നമ്മുടെ കാരണവന്മാർ പറയത്തില്ലേ, അതെ, ഒറ്റത്തന്തയ്ക്ക് പിറക്കണം, വാക്കിന് വില ഉണ്ടാവണമെന്ന് പറഞ്ഞു. അല്ലാത്തവന് ഈ സമയാസമയം വരുമ്പോൾ വാക്ക് മാറ്റിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ MP-യുടെ കാര്യം വെച്ച് പറഞ്ഞല്ലേ കേട്ടോ. അപ്പം ഇതിനകത്ത് അവിടെ ചെന്നപ്പോൾ ഈ വിഷയത്തിനകത്ത് അദ്ദേഹം വഖഫിൻ്റെ വിഷയമാണല്ലോ, മുൻപത്തെ സാധാരണക്കാരനായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഈ പാർപ്പിടം പോകുന്ന വിഷയം. ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഇപ്പം 100-ാം ദിവസത്തെ നിരാഹാര സമരം, റിലയൻസ് നിരാഹാര സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേതാക്കന്മാരെയൊക്കെ വിളിച്ചത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഫ്രാൻസിസ് ജോർജ് MP-യെ വിളിച്ചത്. വലിയ പ്രതീക്ഷയിലായിരിക്കും ഫ്രാൻസിസ് ജോർജ് MP-യെ വിളിക്കുന്നത്. കാരണം കേരള കോൺഗ്രസിൻ്റെ MP ആകുന്നു, അത് UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, ക്രിസ്ത്യാനിയാകുന്നു. അപ്പോൾ അവർക്ക് വലിയ തണലാകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യാനിയായി. വെളി വന്നപ്പം ഈ പറയുന്ന മുസ്ലിം ലീഗും UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കും. അതായത് മുസ്ലിം ലീഗും പൊളിറ്റിക്കൽ ഇസ്ലാമും വളരെ കൃത്യമായിട്ട് വിരട്ടിയപ്പോൾ നിലപാട് മാറ്റി അവരുടെ നിലപാടിനൊപ്പമായി. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനി അല്ലാതെ, അതായത് കേരളത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പോൾ UDF-നകത്തെ ഒരു പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ പോലും കെൽപ്പില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള ഘടകകക്ഷികളും മാറിയിരിക്കുന്നു. അത്രയ്ക്ക് ആ UDF-നകത്തെ ബാക്കിയുള്ള കക്ഷികൾക്ക് സ്വന്തം പാർട്ടിക്കകത്ത് നിലനിൽപ്പിനെ പറ്റി സംശയമുണ്ട്. അത് കോൺഗ്രസിനുമുണ്ട്, ഈ പറഞ്ഞ കേരള കോൺഗ്രസിനുമുണ്ട്, ബാക്കി ഘടകകക്ഷികൾക്കെല്ലാം ഉണ്ട്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു സംശയമില്ലാതെ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിന്നാലും ജയിക്കാൻ സാധിക്കുന്ന സീറ്റുകൾ ഏതാണ്ട് 20ഓളം ഉണ്ടെന്ന് കണ്ട് അത് ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന പാർട്ടി മുസ്ലിം ലീഗേ ഉള്ളൂ. മാത്രവുമല്ല, അവരുടെ വോട്ടുകൾ ബാക്കിയുള്ള പ്രദേശത്ത് അവർ പറഞ്ഞാൽ അവരുടെ വരുതിക്ക് നിൽക്കും എന്നുള്ള ഭയം കൊണ്ടാണല്ലോ ഈ രീതിയിൽ നിലപാട് മാറ്റം വരുന്നത്. പക്ഷേ ലീഗിനൊരു അമ്പരപ്പുണ്ടായി ഈ ഫ്രാൻസിസ് ജോർജ് ഇത് പറഞ്ഞപ്പോൾ. അത് പത്രത്തിൽ കണ്ട അമ്പരപ്പേ ഉള്ളൂ, പത്രം എഴുതിയ അമ്പരപ്പേ ഉള്ളൂ. പത്രം എഴുതിയ അമ്പരപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ അമ്പരപ്പിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസിസ് ജോർജിനെ അവർ വഴിയിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഔദ്യോഗികമായിട്ട് കേട്ടിട്ടുണ്ടാവത്തില്ല, നിങ്ങളെന്ത് നിലപാടെടുത്ത്, ഞങ്ങൾക്കെതിരെ നിലപാടെടുത്താൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഒരു നിലപാടും ഇല്ല, ഞാനിപ്പോൾ തന്നെ തിരിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. അതായത് ഇതിനകത്ത് ഈ വിഴിഞ്ഞം സമരത്തിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. വിഴിഞ്ഞം സമരത്തിനകത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി നഷ്ടപ്പെടുന്നതിന് വേണ്ടി വഖഫ് നോട്ടീസ് കൊടുത്തിട്ട് 5-6 കൊല്ലമായി. ഈ നോട്ടീസും കൊണ്ട് ഇവരിവിടുത്തെ UDF-കാരുടെ അടുത്ത് പോയി, LDF-കാരുടെ അടുത്ത് പോയി, എല്ലാ ആൾക്കാരുടെ അടുത്തും, കാരണം അവർ രണ്ടുമാണല്ലോ അധികാരത്തിലിരിക്കുന്ന പാർട്ടി. ഒരുപക്ഷെ BJP-കാരുടെ അടുത്ത് പോകാൻ നാണമുണ്ടായ അല്ലെങ്കിൽ ചെല്ലുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചിട്ടുണ്ടോ? കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ അവർ ലാറ്റിൻ കാറ്റോലിക്സാണ്, അവർ പരമ്പരാഗതമായിട്ട് UDF-ന് വോട്ട് ചെയ്യുന്നവരാണ്. അപ്പം അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന UDF-ന്റെ അടുത്തും അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചൊക്കെ LDF-ന്റെ അടുത്തും പോയി, BJP അടുത്ത് പോകാനേ സാധ്യതയില്ല. അപ്പോൾ BJP ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ അത് ഇന്ത്യയിലുടനീളം പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കണ്ട ആ നിയമ ഭേദഗതി ബില്ലിനെ പറ്റി ആലോചിക്കുന്നു. ആ ബില്ലിനെ പറ്റി ആലോചിച്ചപ്പോൾ ആ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് ഇവിടുത്തെ നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു വഖഫിന് ഇങ്ങനെ നിയമമുണ്ടെന്നും ബില്ലുണ്ടെന്നും ഇത്രയ്ക്ക് സ്വാധീനം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. 54-ലും ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ്, നരസിംഹ, അതിനുശേഷം 2016 തോന്നുന്നു, അല്ലെങ്കിൽ 54-ൽ ഈ വഖഫ് നിയമം കൊണ്ടുവന്നു. അതിനുശേഷം ഏതാണ്ട് 1993 തോന്നുന്നു നരസിംഹറാവിൻ്റെ നേതൃത്വത്തിൽ അതിനകത്ത് ഭേദഗതി വരുത്തി. അതിനുശേഷം ഈ ഏറ്റവും അവസാനം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഭേദഗതി നടത്തിയപ്പോൾ പോലും ഇന്ത്യയിലുടനീളമുള്ള ഇതര സമുദായത്തിലുള്ള ആൾക്കാർ ഈ നിയമം എന്തുവാണെന്നോ, ഇങ്ങനൊരു നിയമം പാസ്സായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗം എന്താണെന്നോ ഒന്നും അറിയുന്നുണ്ടാകുന്നില്ല. അതായത് വളരെ രഹസ്യമായിട്ട് കോൺഗ്രസ് പാർട്ടി ആരും ആവശ്യപ്പെടാതെ
ഇവിടുത്തെ വഖഫ് നിയമം പാസ്സാക്കി. ആരാവശ്യപ്പെട്ടിട്ടാ സമരം നടന്നായിരുന്നു? സാറ് കണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു? ഒന്നും കണ്ടില്ലല്ലോ. ഒരു നിയമം പാസ്സാക്കുന്നു, പാർലമെൻറ്റിൽ പാസ്സാക്കുന്നു. പല ബില്ലുകളും പാർലമെൻറ്റിൽ നമ്മൾ അറിയാതെ പാസ്സായി പോകുന്നുണ്ട്. അതൊന്നും ജനത്തിനെ ബാധിക്കുന്ന ബില്ലുകളല്ല, ഭരണത്തിൻ്റെ പരിഷ്കരണത്തിന് ആവശ്യമായ ബില്ലുകളായിരിക്കും, സാമ്പത്തിക ബില്ലുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ബില്ല് പാസ്സാവുന്നു. 54 നെഹ്റുവിൻ്റെ അടുത്ത് ആരാവശ്യപ്പെട്ടിട്ട് ആ വഖഫ് നിയമം അവർക്ക് സ്വാധീനം ഉറപ്പിക്കത്തക്കോണം കൊണ്ടുവന്ന് അതിനുശേഷം അതിന് വേഗത ഇന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് നരസിംഹറാവിൻ്റെ അടുത്ത് ആര് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്? നരസിംഹറാവിൻ്റെ പേരിലുള്ള ആരോപണം ശരിയായിട്ടൊന്നുമില്ല. 100 കോടി രൂപ അന്നത്തെ കാലത്ത് അതിനുവേണ്ടി അദ്ദേഹം മേടിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. 100 കോടി രൂപ അന്നത്തെ കാലത്ത്. ഇപ്പോൾ എത്ര രൂപയാണ് 100 കോടി എന്ന് പറഞ്ഞാൽ? അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്, മൻമോഹൻ സിംഗ് പിന്നെ ഒന്നും കൊടുത്തില്ല, മേടിക്കുന്ന ആളൊന്നും അല്ല, അഴിമതിക്കാരനാണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അതിന് വേറെ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടാവും. മൻമോഹൻ സിംഗ് ഇറങ്ങുന്നതിന് മുമ്പ് ഡൽഹിയിൽ മാത്രം 200 തന്ത്രപ്രധാനമായ മേഖലകൾ മുസ്ലിമുകൾ ആവശ്യപ്പെട്ടത് അവർക്ക് എഴുതി കൊടുത്തിട്ട് ഇറങ്ങിയത് അറിയാവോ? 2014 പിന്നെ മോദി അദ്ദേഹത്തിന് തന്നെ. അപ്പോൾ ഈ വഖഫ് നിയമം ചർച്ചയായപ്പോഴാണ് ആര് ചർച്ചയാക്കി? ഇവിടുത്തെ ഭേദഗതി കൊണ്ടിരുന്നു. അനധികൃതമായിട്ട് ഭൂമി പിടിച്ചെടുക്കുന്നു, അതായത് ഒരു അറിയാത്ത രീതിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം ഭൂമിയിലൂടെ. ഏതെല്ലാം രീതിയിൽ കടന്നു കയറി? ഈ പറഞ്ഞ ലവ് ജിഹാദ് ഉണ്ടായി, നമ്മൾ ചർച്ച ചെയ്തില്ലേ? നർക്കോട്ടിക് ജിഹാദ് ഉണ്ടായി, ചർച്ചയായില്ലേ? പല രീതിയിലുള്ള കടന്നുകയറ്റത്തിൻ്റെ കൂടെ ആരും ശ്രദ്ധിക്കാതെ ഭൂമി പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത് BJPക്ക് മനസ്സിലായി. സംസ്ഥാനത്തുടനീളം തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകൾ, പല സംസ്ഥാനങ്ങൾ, അമ്പലമിരിക്കുന്നിടം, ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ളിടം, അല്ലെങ്കിൽ മറ്റ് വളരെ കാലങ്ങളായിട്ടും കൃത്യമായിട്ടും വളരെ ബോധ്യം. ഇപ്പോൾ ഏറ്റവും അവസാനം കുംഭമേള സ്ഥലം അവിടെയാണെന്ന് പറഞ്ഞില്ലേ? അത്രയ്ക്ക് ധൈര്യം വന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ ആ ബില്ല് ഭേദഗതി കൊണ്ടുവരാൻ വന്നപ്പോൾ ഇവിടെ സമരമായില്ലേ, പ്രക്ഷോഭമായില്ലേ, ജയിൽ നിറയ്ക്കൽ എന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞു? ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞു. മുസ്ലിം സംഘടനകൾ പറഞ്ഞപ്പോഴാണല്ലോ വിഴിഞ്ഞത്തെ വിഷയം ഇവിടെ കേരളത്തിൽ ചർച്ചയാവുന്നത്. അതുവരെ എന്താ ഒരു ക്രിസ്ത്യാനി ചർച്ച ചെയ്യാഞ്ഞേ? എന്താണ് ചർച്ച ചെയ്യാഞ്ഞ? ആ ചർച്ചയായത് എപ്പോഴാണ് സാറിനറിയോ? ഇപ്പം വിഴിഞ്ഞ സമരം ആരുടെയും ശ്രദ്ധയിലില്ലാതെ വാർത്തയില്ലാതെ പോകുന്ന പോലെ നിന്നപ്പോൾ അവിടെ സമരം ഇരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് സുരേഷ് ഗോപി ചെല്ലുന്നു. സുരേഷ് ഗോപി ചെന്നപ്പോൾ മാധ്യമങ്ങൾ ചെല്ലേണ്ടി വരുന്നു. മാറി നിന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ മാറ്റി നിർത്തിയ മാധ്യമങ്ങൾ അറിയാതെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. സമരം വീണ്ടും ചർച്ചയാവുന്നു. BJPയുടെ കയ്യിലാകുമോ സമരം എന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായം പറയുന്നു. അതിനുശേഷം ഈ VD സതീശനും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഒരു അഭിപ്രായം പറയുന്നു. അവരുടെ ഭാഗമാണെന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്നു. വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ പറയുന്ന ഷാജിയും അല്ലെങ്കിൽ ബഷീറും പറഞ്ഞു വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കോംപ്രമൈസ് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ വഖഫ് അല്ലെന്ന് പറയാനുള്ള അധികാരമൊന്നും VD സതീശനും ഇല്ല. അതായത് അത് വഖഫ് ഭൂമി തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം BJPക്കാരൻ ഏറ്റെടുത്തപ്പോൾ ഞാൻ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലാറ്റിൻ കത്തോലിക്സിന്റെ സമരമാണല്ലോ. ഇവിടുത്തെ എത്ര പള്ളിയിലച്ചന്മാർ ഈ സമരത്തിനകത്ത് ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നുണ്ട്. നമ്മളെന്താ മനസ്സിലാക്കാത്തത്? അവരിപ്പോഴും അവിടെ സത്യാഗ്രഹം കിടക്കുകയാണല്ലോ. ഈ സമരം വീണ്ടും പിക്ചറിൽ നിന്ന് പോയി. സാറിനറിയാം, സമരം പൊളിച്ചു. ലാറ്റിൻ കാത്തോലിക്സുകാര് അവിടെ BJP ഏറ്റെടുത്തപ്പോൾ, വിശ്വ ഹിന്ദു പരിസ്ഥിതി എന്നപ്പോൾ ഈ സമരം കേരളത്തിൽ ശ്രദ്ധയാവുന്നു കണ്ടപ്പോൾ അതിനകത്തു നിന്ന് തന്നെ വേറെ നേതാക്കന്മാരെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ക്രിസ്മസിന് കേക്കുമായിട്ട് സതീശൻ ചെല്ലുന്നു, സോഡ പൊട്ടിച്ചു കുടിക്കുന്നു, പിണറായി വിജയൻ കമ്മീഷനെ വെക്കുന്നു. എന്തിയെ ഇപ്പം സമരം? ഇന്നലെ അവിടെ ചെന്നപ്പോൾ 100-ാം ദിവസത്തിൽ വീണ്ടും ഇത് വാർത്തയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഫ്രാൻസിസ് ജോർജ് അവിടെ ഞാൻ ഇതിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഇത് വീണ്ടും ചർച്ചയായത്. ഞാൻ വിചാരിച്ചു വഖഫ് അങ്ങ് തീർന്നു സാറേ, അവർക്ക് അനുകൂലമായിട്ട് ഭൂമി പതിച്ചു കൊടുത്തെന്ന് വെച്ചിരിക്കുകയാണ്. അതായത് വീണ്ടും ആ സമരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ആ സമരം ഇവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറയ്ക്കുന്നതിനും മാധ്യമങ്ങളും ഇപ്പം മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ് ആ നിലപാടിൽ തന്നെ ആയിരുന്നു ഉറച്ചു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇവിടെ കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു ചെറിയ ചലനം ഉണ്ടായിരുന്നു. ആ നിലപാടിനകത്ത് ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം ഇന്ന് കേരള കോൺഗ്രസിനില്ല. കാരണം കേരള കോൺഗ്രസിന് ബോധ്യമില്ല അവരുടെ കൂടെ പഴയതുപോലെ ആ പാർട്ടിയുടെ കൂടെ അവർ കർഷകരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഉണ്ടോ എന്നൊക്കെ ബോധ്യമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഈ സമരം ഈ സമരത്തിനകത്ത് പോലും ഈ പറയുന്ന ഈ പള്ളിയിലച്ചന്മാരുടെയിലും അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെയിൽ പോലും രാഷ്ട്രീയമുണ്ടോ എന്ന് പരിശോധിക്കത്തക്ക രീതിയിലേക്ക് ഈ സമരം നമുക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഈ സമരത്തിനകത്ത് എല്ലാ പാർട്ടിക്കും രാഷ്ട്രീയമുണ്ട്. വഖഫ് നിയമ ഭേദഗതിക്ക് BJPക്ക് രാഷ്ട്രീയമുണ്ട് സാറേ, അതിന് സംശയമൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടിയാണ്. UDFനും LDFനും ഉള്ള പോലെ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ താല്പര്യം കൂടെ അതിൻ്റെ കൂടെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കും. ഈ ഭൂമി പോയാലും ഇവിടെ ക്രിസ്ത്യാനിയുടെ ഭൂമി പോയാലും ആ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കാൻ, അങ്ങ് നിന്നു കൊടുക്കാൻ ഇവിടുത്തെ ചില മതമേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഒക്കെ തയ്യാറുണ്ടോ എന്നുള്ള രീതിയിൽ സംശയം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം അവിടുന്ന് BJP ഒരു ശകലം പുറകോട്ട് മാറിയപ്പോൾ സമരം വീണ്ടും പോയത്. ഈ പറയുന്നത് പോലെ BJP ഈ നിയമ ഭേദഗതി കൊണ്ടുവരാതെ ഈ വഖഫ് അല്ലെങ്കിൽ വിഴിഞ്ഞത്തുകാർക്ക് ആ ഭൂമി ഏത് കമ്മീഷനെ വെച്ചാലും
അല്ലെങ്കിൽ അല്ലെന്ന് സതീശൻ ഒരു 100 വട്ടം പറഞ്ഞാലും ഇപ്പോഴത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് വൺസ് വക്കഫ് ആൾവേസ് വക്കഫ്. ഒരിക്കൽ വക്കഫിൻ ക്ലെയിം ചെയ്ത ഭൂമി അത് വക്കഫിൻ്റെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ വക്കഫ് ട്രൈബ്യൂണൽ പറയണത് ഞങ്ങളുടേതല്ലെന്ന്. അതിനകത്ത് ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളെ കളിപ്പിക്കാനോ 2024 ഇലക്ഷൻ വരെ അവരെ പറ്റിക്കാനോ ഒക്കെ പറ്റിയായിരിക്കും. യഥാർത്ഥത്തിലുള്ള നിയമം ഇതാണ്. അത് BJP-കാരൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയാൽ മാത്രമേ വിഴിഞ്ഞൻ ഭൂമിയുടെ കാര്യത്തിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി പാസ്സാക്കിയാൽ മാത്രമേ വിഴിഞ്ഞൻ ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് വക്കഫിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ വക്കഫ് നിയമ ഭേദഗതിക്ക് BJP-ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ നിയമ ഭേദഗതിക്ക് BJP-ക്ക് ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്നതാവും ഈ വിഴിഞ്ഞത്തെ സമരസമിതിയിൽ നിൽക്കുന്ന ഇതുവരെ ഈ UDF വോട്ട് ചെയ്ത ലാറ്റിൻ കാത്തോലിക്സിനും ക്രിസ്ത്യാനിക്കും നല്ലത്. അല്ലാതെ അഴകുഴമ്പൻ സമീപനമായിട്ട് പോയാൽ BJP പുറകോട്ട് നടന്നാൽ കുറേ നാളത്തേക്ക് മാറ്റിവെച്ചാൽ ഒരു പക്ഷേ വക്കഫ് ഭൂമി കൈ എടുത്തു കൊടുക്കുന്നതിന് ഈ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നതും മുസ്ലിം സംഘടനകളും ആവശ്യപ്പെടുന്നത് പോലെ അവിടുന്ന് ആളിനെ ഒഴിപ്പിച്ചു കൊടുക്കാൻ മത്സരിക്കുന്ന ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവുമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് സമരഭൂമിയിൽ സമരമിരിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളാം. അവർക്ക് രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ അവരുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്നതാകും നല്ലത്. അവരുടെ കൂടെ നിന്നിട്ട് മറ്റൊരു രാഷ്ട്രീയം കളിച്ച് പോയാൽ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് എന്നല്ല ഒരു UDF-ഉം ഒരു LDF-ഉം ഈ സമരത്തിൻ്റെ കൂടെ കാണത്തില്ല, മാധ്യമങ്ങളും കാണത്തില്ല. അത് വരണമെങ്കിൽ സുരേഷ് ഗോപി മുമ്പ് പറഞ്ഞതും ഒക്കെ വെറും പ്രഹസനമാണ്. സുരേഷ് ഗോപി വലിയ സമരം ലൈംലൈറ്റ് കൊണ്ടുവന്ന് അതിനുശേഷം ഒന്നും സമരം. ഇപ്പം എന്തിയ സമരം, എന്തിയ വക്കഫ് എന്തിയേ? അപ്പോൾ അതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.